2016 ഓണാഘോഷം ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷിക്കുന്ന ഈ വേളയില് വളരെ വിപുലമായ രീതികൾ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് പേര്. ആര് പറഞ്ഞു വിപുലമായിട്ടില്ലെന്ന്? നുണ പറയണം. അല്ല, വിപുലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് 50-60 പേരെയാണ് ആളുകൾ. വിഭവങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ആള് കുറഞ്ഞു എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. പക്ഷെ ഉള്ളത് വെച്ച് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് എല്ലാ ആളുകളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ആലോചിക്കുകയാണ്. അങ്ങനെ 2016 ഈ ഒരു ഓണാഘോഷം ഇനി ഞങ്ങൾക്ക് 2017 ആഘോഷിക്കാൻ പറ്റില്ല. കാരണം 2016 കഴിഞ്ഞു പോവുകയാണല്ലോ. ഇനി 2017 ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് 2016 ഓണം ആഘോഷിക്കുന്ന ഈ സമയത്ത് സാക്സൺ, ലിതു, ബബിത, ജീഷ്, രാജേഷ്, അമ്മച്ചി, ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഏറ്റവും വളരെ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് അമ്മച്ചി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് അമ്മച്ചിയുടെ ഒരു ഇങ്ങോട്ടുള്ള ഒരു വരവ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു വലിയ കാര്യം, സാക്സിന്റെയും ലിതുവിന്റെയും ലൈഫിൽ അടുത്ത പ്രാവശ്യത്തെ ഓണത്തിന് 2 പേരായിരിക്കില്ല, 3 പേരായിരിക്കും. ഒരു പുതിയ അതിഥി കൂടി സാക്സിനും ലിതുവിനും ആയിട്ട് ഓണം ഉണ്ണാനായിട്ട് എത്തുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പൊന്നൻ അടുത്ത പ്രാവശ്യത്തെ ഓണത്തിന് ഈ ഇലയുടെ ചുറ്റും ഓടി നടക്കുന്ന ഒരു സീൻ ഞങ്ങൾക്ക് കാണുവാൻ കഴിയണം. 2016 ഈ ഓണാഘോഷത്തിന്റെ ഞങ്ങളുടെ ഈ ഷോട്ട് എഡിറ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം 2017 കാണിക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും പൊന്നന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. എല്ലാ കൊണ്ടും വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വർഷം. 2016 ഈ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ ഓണം ഏറ്റവും സന്തോഷകരമായി തീർത്തതിൽ ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായതിൽ എല്ലാവർക്കും തിരുവോണത്തിന്റെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക്, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഞങ്ങളുടെ നാട്ടുകാർക്ക്, ഞങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വളരെ ഹൃദയപൂർവ്വമായിട്ടുള്ള ഓണാശംസകൾ നേരുന്നു. നന്ദി. എനിക്ക് തോന്നുന്നത് ഇലയുടെ വലിപ്പക്കുറവുണ്ടാണോ അതേ ഭക്ഷണത്തിന്റെ വലിപ്പം കൂടുതലുണ്ടാണോ എന്നറിയില്ല. എനിക്ക് 2-3 വാക്ക് പറയാനുണ്ട് ഓണത്തിനെ കുറിച്ച്. 3 വാക്ക് പറഞ്ഞു നിർത്തിക്കോളാം. 3.5 ഞാൻ അന്നേരം മേടിക്കുന്നതല്ലേ. തല്ലുവെന്ന് പറഞ്ഞു, ഞാനില്ല. പാത്തേക്ക് അമ്മച്ചിനെ പ്രത്യേകം എടുത്തോ. ഇവിടെ ഒരു ഫാനിന്റെ ഒരു സാന്നിധ്യം. ആരാ പൊട്ടിക്കണത്? സ്പുമാന്ത. ബബിതയ്ക്ക് എന്താണ് ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത്? കൊച്ചിക്കാര് പറയില്ലേ ഒരു ഇംഗ്ലീഷില് വീഡിയോ ഉണ്ടായിരുന്നു. അതിന്റെ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഓണത്തെ കുറിച്ച് എന്ത് പറയാനാണ്? മാവേലി എന്ന് പറയുന്ന മഹാനായ രാജാവ് ഭരിച്ചിരുന്ന നല്ല കാലം, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നു. ഓക്കെ. മാവേലി മച്ചാൻ കേരളത്തിൽ വന്നു. പക്ഷെ ഞങ്ങളിപ്പോ ഇറ്റലി അതുകൊണ്ട് വന്നില്ല. പക്ഷെ പുള്ളി ഒരു മെസ്സേജ് വാട്സപ്പിൽ സെൻഡ് ചെയ്തിരുന്നു, ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാവേലി മച്ചാൻ ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഇപ്പൊ തിരിച്ചറിയിക്കുകയാണ്. അതുപോലെ തന്നെ വാമന മച്ചാനെ ഞങ്ങൾ മറന്നുപോയിട്ടൊന്നുമില്ല. വാമന മച്ചാൻ എന്നാൽ ചവിട്ടിയില്ലായിരുന്നു, പൊന്നു മച്ചാൻ ഞങ്ങൾക്ക് ഇന്നിവിടെ കൂടാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് വാമന മച്ചാനും ചവിട്ട് കൊടുത്ത വാമന മച്ചാനും ചവിട്ട് കൊണ്ട മാവേലി മച്ചാനും ഞങ്ങളുടെ എല്ലാവിധ ഓണാശംസകളും. നല്ല ഫോട്ടോ ഒരു മിനിറ്റ്, ഭയങ്കര ചൂട്. ദുബായിന്നൊക്കെ കുറെ പേര് ചേട്ടന്മാരൊക്കെ നമുക്ക് സാധനം ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമത്തിൽ കുപ്പിടുത്ത് പിടിക്കണി. എന്റെ പൊട്ടില് അവര് പറയാ അവിടെ പോയി ഒടുക്കത്തെ അടിയാന്നാ തോന്നുന്നത്. എഴുന്നേറ്റ് നിന്നിട്ടെടുക്ക്. ഇല്ല, അന്നേരം എല്ലാ ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഇനി ചോറിട്ടിട്ട് സാമ്പാർ വെച്ചിട്ടില്ലേ? സാമ്പാർ വെച്ചിട്ടുള്ള ഓർമ്മ വേണം.